തൃശ്ശൂരിൽ ലെവിൻ കെ വിജയനുണ്ട്, നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ലെവിൻ, തൃശ്ശൂരിലും വിപുലമായ പരിപാടികളാണോ? സ്വാഭാവികമായും പാലക്കാടിൻ്റെ ജനതയെ അറിഞ്ഞ് പാലക്കാടിൻ്റെ മണ്ണറിഞ്ഞുള്ള പ്രസംഗമായിരുന്നു അവിടെ മോദി നടത്തിയിരുന്നത്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ UDF-നെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. ഒപ്പം നേരത്തെ തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഡീലാരോപണത്തിൽ പരസ്പരം പോരടിക്കുന്നതാണ് കാണുന്നത്. പക്ഷേ അതുപോലും അവർക്കെതിരായ ഒരു ആയുധമാക്കി മോദി മാറ്റുന്നതൊക്കെ കണ്ടു. തൃശ്ശൂരിൽ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? മോദി ഏതൊക്കെ വിഷയങ്ങളിലാവും ഊന്നി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക? അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? റോഡ് ഷോ എപ്പോഴാണ് ആരംഭിക്കുക? ശ്യാമിലി, നരേന്ദ്രമോദി പ്രധാനമന്ത്രി അല്പസമയങ്ങൾക്ക് മുൻപ് തൃശൂർ കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജിന്റെ ഹെലിപ്പാഡിൽ വിമാനം ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ നിന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ ചേർന്ന് അദ്ദേഹത്തിന് സ്വീകരണമൊരുക്കി. അല്പസമയങ്ങൾക്കകം ഇപ്പോൾ റോഡ് ഷോയ്ക്കായി നിശ്ചയിച്ചിരിക്കുന്ന സ്വരാജ് റൗണ്ടിലേക്ക് എത്തിച്ചേരും. വലിയ ആവേശത്തിലാണ് NDAയുടെ പ്രവർത്തകർ. വലിയ ആവേശത്തോടു കൂടിയാണ് പ്രധാനമന്ത്രിയെ മോദിയെ നോക്കി നിൽക്കുന്നത് ഇവർ. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെ ഒട്ടേറെ ആളുകൾ ഈ സ്വരാജ് റൗണ്ടിന് ചുറ്റും സ്ഥാപിച്ചിട്ടുള്ള സുരക്ഷിത വേലിയൊക്കെ അടുക്കത്തേക്ക് എത്തി അവിടെ കാത്തു നിൽക്കുകയാണ്. മണിക്കൂറുകൾക്കായിട്ടുള്ള അവരുടെ കാത്തു നിൽപ്പിന് അല്പസമയത്തിനകം വിരാമമാകും. ഏകദേശം 50,000-ത്തിലധികം ആളുകളാണ് നരേന്ദ്രമോദിയെ കാണുന്നതിനായി ഈ സ്വരാജ് റൗണ്ടിലും പരിസര പ്രദേശങ്ങളിലേക്കുമായി എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ കോയമ്പത്തൂരിൽ നിന്നും തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് പാലക്കാട്ടേക്ക് പ്രധാനമന്ത്രി എത്തിയത്. കോട്ട മൈതാനത്ത് നടത്തിയ പ്രസംഗം നമുക്കറിയാം. കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച്, NDAയുടെ വിജയത്തെക്കുറിച്ച്, ഇടത് ഐക്യമുന്നണി സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം നഖശികാന്തം എതിർപ്പ് ഉന്നയിക്കുകയും ആരോപണങ്ങൾ ഉയർത്തുകയും ചില ആരോപണങ്ങൾക്ക് കേരളത്തെ പിടിച്ചുലച്ച രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് സൂചിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തുകയും ഒക്കെ ചെയ്തു. ആ പ്രസംഗം പൂർത്തീകരിച്ചുകൊണ്ട് പാലക്കാട്ടെ സ്ഥാനാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ NDA പ്രവർത്തകർക്കുമൊക്കെ വലിയ ആവേശകരമായിട്ടുള്ള പ്രസംഗം സമ്മാനിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ നിന്നും വിമാനം കയറി. അല്പസമയങ്ങൾക്ക് മുൻപ് തൃശൂർ കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജിൽ വിമാനമിറങ്ങി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള സംഘാംഗങ്ങൾ ചേർന്ന്, BJP പ്രവർത്തകർ ചേർന്ന് നരേന്ദ്രമോദിക്ക് സ്വീകരണം നൽകി. അല്പസമയങ്ങളുടെ കാത്തിരിപ്പാണ്. ഇനി ഏതാനും നിമിഷങ്ങൾക്ക് മാത്രമാണ് കാത്തിരിപ്പ്. തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ടിന് സമീപത്ത് നിന്നും ജില്ലാ ആശുപത്രി പരിസരത്ത് നിന്നുമാണ് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ആരംഭിക്കുന്നത്. 900 മീറ്റർ ആയിരിക്കും, 1 കിലോമീറ്ററിന് അടുത്തുള്ള ദൂരത്തിലായിരിക്കും അദ്ദേഹം റോഡ് ഷോയുടെ ഭാഗമായി പങ്കെടുക്കുക. തൃശ്ശൂരിൽ പ്രത്യേക പ്രസംഗങ്ങളോ മറ്റോ ഒന്നും ഈ ഘട്ടത്തിൽ ഇതുവരെ പ്രധാനമന്ത്രി നടത്തുമെന്നുള്ള അറിയിപ്പില്ല. പകരം റോഡ് ഷോ ആയിരിക്കും. പ്രധാനപ്പെട്ട ജില്ലയിലെ 13 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും ഉൾപ്പെടുത്തി ആ റോഡ് ഷോയുടെ ഭാഗമാകും. പ്രധാനമന്ത്രിക്കൊപ്പം സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന തൃശ്ശൂരിലെ 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പത്മജ വേണുഗോപാലും KK അനീഷ് കുമാറും അതോടൊപ്പം തന്നെ നാട്ടിക സിറ്റിംഗ് MLA ആയിട്ടുള്ള CC മുകുന്ദനും അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിനൊപ്പം റോഡ് ഷോയുടെ ഭാഗമായി ഈ വാഹനത്തിൽ കയറുമെന്നുള്ളതാണ് സൂചനകൾ ലഭിക്കുന്നത്. ഏതായാലും അക്ഷമരായി തന്നെയാണ് NDA പ്രവർത്തകർ പ്രധാനമന്ത്രിയെ, നരേന്ദ്രമോദിയെ നോക്കി കാത്തിരിക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ചുകൊണ്ട് മോദിയുടെ സന്ദർശനം, മോദിയുടെ പ്രസംഗങ്ങൾ, മോദിയുടെ വാക്കുകൾ തൃശ്ശൂരിലെ NDA പ്രവർത്തകർക്ക്, BJP പ്രവർത്തകർക്ക് എക്കാലത്തും വലിയ ആവേശമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല ഘട്ടങ്ങളിലായി തൃശ്ശൂരിലെത്തി നടത്തിയ പ്രസംഗങ്ങൾ BJPക്ക്, NDA പ്രവർത്തകർക്ക് വലിയ ആവേശമായി മാറിയതും അതവരുടെ ചരിത്രപരമായ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് എത്തിയതുമൊക്കെ നമുക്കറിയാവുന്ന സാഹചര്യമാണ്. അത്തരത്തിലൊരു സാഹചര്യമായി തന്നെയാണ് നിലവിലെ തെരഞ്ഞെടുപ്പിനെ, നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തൃശ്ശൂരിലെ NDAയും BJPയും കാണുന്നത്. ഒന്നിലധികം മണ്ഡലങ്ങളിൽ വലിയ വിജയപ്രതീക്ഷയാണ് അവർ വെച്ചു പുലർത്തുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിൽ, നാട്ടിക മണ്ഡലത്തിൽ, അതോടൊപ്പം തന്നെ മണലൂർ മണ്ഡലത്തിലടക്കം വിജയം നേടാനാകും. ചരിത്രപരമായി BJPയെ സംബന്ധിച്ചുകൊണ്ട് തൃശ്ശൂരിലെ വിജയം മാറ്റാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് NDA കേന്ദ്രങ്ങൾ, BJP പ്രവർത്തകർ. ആ പ്രതീക്ഷയ്ക്ക് ചിറകുമുളയ്ക്കാൻ, അല്ലെങ്കിൽ ആ പ്രതീക്ഷയ്ക്ക് നിറം പകരാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് സാധിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹം നടത്തുന്ന വാക്കുകളിലൂടെ, അദ്ദേഹം നൽകുന്ന സാന്നിധ്യത്തിലൂടെ അതൊരു ഊർജ്ജമായി ഏറ്റെടുത്തുകൊണ്ട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന് തന്നെയാണ് NDA പ്രവർത്തകരുടെ കരുതൽ, പ്രതീക്ഷ. ഇന്ന് പ്രധാനമന്ത്രി ആദ്യഘട്ട സന്ദർശനത്തിനായി കേരളം തെരഞ്ഞെടുക്കുമ്പോൾ തൃശ്ശൂർ തന്നെ അതിലൊന്നാമത്തെ പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലമായി മാറിയത് തൃശ്ശൂരിൽ BJP എത്രമാത്രം, NDA എത്രമാത്രം പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്, എത്രമാത്രം രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾ അവർ ലക്ഷ്യം വെക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അതിലൂടെ തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ മോദിയുടെ സന്ദർശനം തൃശ്ശൂരിനെ സംബന്ധിച്ചുകൊണ്ട് ആവേശകരമായിരിക്കുമെന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. മാത്രമല്ല, വലിയ തെരഞ്ഞെടുപ്പ് ചൂരിലാണ് തൃശ്ശൂർ. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മധ്യഭാഗത്തുള്ള ജില്ല എന്നുള്ള നിലയിൽ തൃശ്ശൂരിൽ മത്സരിക്കുന്ന
തൃശ്ശൂരിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും ഒക്കെ വിജയവും നേട്ടവും അത് സംസ്ഥാനത്തെ ഭരണമാറ്റത്തെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെയും ഒക്കെ ബാധിക്കും. അത് ആ തരത്തിൽ കൂടി ചർച്ചയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെയാണ് ഈ മണ്ഡലത്തിൻ്റെയും ജില്ലയുടെയും പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് മോദി എത്തുമ്പോൾ ജില്ലയിലെ 13 മണ്ഡലങ്ങളിലെയും NDA സ്ഥാനാർത്ഥികൾ ഈ വാഹന പ്രചരണ ജാഥയ്ക്കൊപ്പം പങ്കെടുക്കും. കേരളത്തിലെ പ്രധാനപ്പെട്ട BJP നേതാക്കൾ ഈ റോഡ് ഷോയുടെ ഭാഗമാകും. ഏകദേശം 50,000-ൽ പരം ആളുകളാണ് BJP പ്രവർത്തകരാണ്, NDA പ്രവർത്തകരാണ് ഇവിടെ കാത്തു നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. വലിയ ആവേശത്തോടു കൂടിയാണ് ഇന്ന് ഉച്ചയ്ക്ക് മുതൽ കനത്ത സുരക്ഷയാണ് പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ നഗരത്തിലുടനീളം SPGയും പോലീസും ചേർന്ന് ഒരുക്കിയത്. ആയിരക്കണക്കിന് പോലീസുകാർക്കൊപ്പം നൂറുകണക്കിന് SPG കേഡറ്റുകൾ കൂടി ചേർന്നാണ് ഈ സുരക്ഷ ആഴ്ചകൾക്ക് ശേഷം ഇവിടെ ആഴ്ചകളോളം സമയമെടുത്തുകൊണ്ട് ക്രമീകരണങ്ങൾ ഒരുക്കിയത്. ആ ക്രമീകരണങ്ങളുടെയൊക്കെ ഭാഗമായി കനത്ത സുരക്ഷയാണ് ഈ ജില്ലയിലുടനീളം അല്ലെങ്കിൽ ഈ തൃശ്ശൂർ നഗരത്തിലുടനീളം ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ അതിനെയൊക്കെ മറികടന്നുകൊണ്ടും മണിക്കൂറുകളോളം ആവേശത്തിലായി കാത്തു നിൽക്കുന്ന പ്രവർത്തകരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് മുതൽ 12 മണി മുതൽ ഈ സ്വരാജ് റൗണ്ടിലേക്ക് വാഹനങ്ങൾക്കോ മറ്റുള്ള ആളുകൾക്കോ ഒന്നും പ്രവേശനമില്ലായിരുന്നു. ആ പ്രവേശനത്തെയൊക്കെ മറികടന്ന് SPGയുടെയും പോലീസിന്റെയും സുരക്ഷാ പരിശോധനകളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ കാത്തു നിൽക്കുന്നു. ആ കാത്തു നിൽക്കുന്ന ആളുകളെല്ലാം വിളിക്കുന്നത് BJP ജയ് എന്നുള്ള മുദ്രാവാക്യമാണ്, നരേന്ദ്രമോദി ജയ് എന്നുള്ള മുദ്രാവാക്യമാണ്. അത്തരത്തിൽ അങ്ങനെ ആ ആവേശത്തെ ഒട്ടും കുറച്ചു കാണാൻ നമുക്ക് ആവില്ല. അതുകൊണ്ട് തന്നെ ആ BJP ആവേശം തെരഞ്ഞെടുപ്പിൽ അത് വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ശാമിലി, BJPയെ സംബന്ധിച്ചുകൊണ്ട് അവരുടെ ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമായി തെരഞ്ഞെടുപ്പിലെ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ നമുക്ക് നോക്കിക്കാണാം. ആ ആവേശങ്ങൾ, അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളടക്കം നമുക്ക് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകും. ഏതായാലും ഇനി അല്പസമയങ്ങൾ മാത്രമാണ് 4:24 സമയം. ഏകദേശം 14 മിനിറ്റുകൾക്ക് മുൻപ് തന്നെ നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തി. കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജിൽ വിമാനമിറങ്ങി. അദ്ദേഹം BJPയുടെ NDAയുടെ 13 സ്ഥാനാർത്ഥികളുമായി അവിടെ കൂടിക്കാഴ്ച നടത്തും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ ചേർന്ന് ആ സുരക്ഷ അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു, സ്വീകരണം നൽകി. അതിനുശേഷം ഇപ്പോൾ BJP NDA പ്രവർത്തകരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അല്പസമയങ്ങൾക്കകം തന്നെ റോഡ് ഷോ ആരംഭിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകളും ക്രമീകരണങ്ങളും എല്ലാവരും തന്നെ ഇതിനോടകം പൂർത്തീകരിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. ശാമിലി, ഏതായാലും കുറച്ച് സമയങ്ങൾ മാത്രമായിരിക്കും BJP പ്രവർത്തകരെ അല്ലെങ്കിൽ NDA പ്രവർത്തകരെ ആവേശമാക്കി അവർക്ക് മോദിയുടെ സന്ദർശനത്തിനായി കാത്തിരിക്കേണ്ടി വരിക. എല്ലാവിധ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, വലിയ ആൾക്കൂട്ടം തന്നെയാണ് അവിടെയുള്ളത്. റോഡിന് ഇരുവശത്തും തടിച്ചുകൂടിയ ആളുകൾ ബാരിക്കേഡൊക്കെ വെച്ച് മറിച്ചിട്ടൊക്കെ ഉണ്ട്. എങ്കിലും വലിയ ആൾക്കൂട്ടം തന്നെയാണ്. മോദിയുടെ റോഡ് ഷോ ഒരു 900 മീറ്റർ റോഡ് ഷോയാണ് നിലവിലുള്ളത്. ഉടൻ തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അവിടെയുള്ള സ്ഥാനാർത്ഥികളുമായി ഒരു റോഡ് ഷോ നടത്തുമെന്നാണ് അറിയുന്നത്.